നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. അർജുനായുള്ള തെരച്ചിൽ 12-ാം ദിവസത്തിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഗംഗാവലിയിലെ കുത്തൊഴുക്ക് അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനാണ് ദൗത്യസംഘത്തിന്റെ ശ്രമം. ഇതടക്കം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 12-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ജലനിരപ്പിന് മുകളിൽ ഫ്ലോട്ടിംഗ് പെൻഡുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്താനാണ് ഇന്നത്തെ നീക്കം. പ്രതികൂല കാലാവസ്ഥ ഇന്നും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഇന്നലെ കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശിരൂരിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നത്തെ ദൗത്യം അത് 12-ാം ദിവസത്തിലെ ദൗത്യമാണ്. അത് ഇന്നെങ്ങനെയായിരിക്കും? കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാലാവസ്ഥ രാവിലെ എങ്ങനെയുണ്ട്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? റീജിത്ത്, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഇന്ന് ഏറെക്കുറെ ഒരു 9 മണിയോടുകൂടിയെങ്കിലും ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രക്ഷാദൗത്യത്തിന്റെ പ്രധാന കാര്യം. നിലവിൽ കാർവാർ MLA നേതൃത്വത്തിലാണ്, അദ്ദേഹം മുൻകൈയെടുത്താണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇവിടേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ നദിക്ക് കുറുകെ, നദിക്ക് മുകളിലായി ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ നിരത്തി ആ ഒത്ത നടുക്ക് ഈ നിലവിൽ ട്രക്ക് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ആ മൺകൂനയിലേക്ക് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ആങ്കറേജ് ചെയ്ത് ഉറപ്പിച്ചു നിർത്തും. ആ സ്ഥലത്ത് പിന്നീട് ഒരു വലിയ നല്ല ആഴത്തിലുള്ള കമ്പിയോ അല്ലെങ്കിൽ വടമോ, ഇരുമ്പ് വടമോ ഉപയോഗിച്ച് നേവിയുടെ ഡൈവർമാർ അടിത്തട്ടിലേക്ക്, ഈ പുഴയുടെ, ഈ നദിയുടെ അടിത്തട്ടിലേക്ക് പോയി പരിശോധന നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പോംവഴിയും അവരുടെ മുന്നിലില്ല. കാരണം വലിയ അടിയൊഴുക്കുള്ള നദിയാണ് ഇപ്പോഴും. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഏറ്റവും ഒടുവിൽ നേവി പുറത്തുവിട്ട വിവരപ്രകാരം 6.8 ഇവിടുത്തെ നോട്ട്സ്. അതിനാൽ തന്നെ ഒരു കാരണവശാലും താഴേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് പോകാൻ സാധിക്കില്ല എന്നുള്ളത് നേവി വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഉരുത്തിരിഞ്ഞ ഏക പോംവഴി എന്ന നിലയിലാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ കൊണ്ടിട്ട് അത് ആങ്കറേജ് ചെയ്ത് നിർത്തി അതിനു മുകളിൽ ഡൈവർമാരെ കൊണ്ടുവന്ന് ആ മൺകൂനയ്ക്ക് തൊട്ട് സമീപത്തായി വലിയ ഇരുമ്പ് കമ്പി നദിക്ക് താഴേക്ക് താഴ്ത്തി അതുവഴി പിടിച്ച് താഴേക്കിറങ്ങി അവിടെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ ലോറിയുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായ സ്ഥലത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥയെക്കുറിച്ച് റീജിത്ത് ചോദിച്ചത്, നിലവിലിപ്പോൾ ആകാശം മേഘാവൃതം തന്നെയാണ്. രാത്രി വലിയ മഴ പെയ്തിരുന്നു ഈ മേഖലയിൽ. ഇപ്പോഴും മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ ഷിരൂർ മേഖലയിൽ ഓറഞ്ച് അലേർട്ടാണ്, കാർവാറിലൊക്കെ ഓറഞ്ച് അലേർട്ടാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി ഒരു റിപ്പോർട്ട് ഈ റെസ്ക്യൂ സംഘം DC-ക്ക് കൊടുത്തിരുന്നു, ജില്ലാ കളക്ടർക്ക് കൊടുത്തിരുന്നു. അത് ഇതുവരെ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ടാണ് നേവി, NDRF, അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലന്റെ സംഘം അടക്കമുള്ളവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് ഈ DC-യുടെ കൈവശം ഇപ്പോഴുള്ളത്. അത് കൃത്യമായ പഠനം നടത്തും. അതോടൊപ്പം തന്നെ ഇനി അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണം, നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ള കാര്യവും വൈകാതെ വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇന്ന് ഇവിടെ എത്തിച്ചേരുമെന്നറിയുന്നു. രാവിലെ തന്നെ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലും ഈ രക്ഷാദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷേ റീജിത്ത്, ഒരു കാര്യം, അത് സത്യസന്ധമായ ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് നമ്മൾ ഇതോടൊപ്പം പറയേണ്ടതുണ്ട്. കാരണം ഇതുവരെയും ഇത്തരത്തിൽ വിവരങ്ങൾ കിട്ടുന്നതല്ലാതെ കൃത്യമായി ഈ ലോറി ഇന്ന സ്ഥലത്തുണ്ട്, ആ ലോറിയുടെ ക്യാബിൻ ഇന്ന സ്ഥലത്താണ്, ആ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട്, അതായത് അർജുൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല. അർജുൻ എവിടെ എന്ന ചോദ്യത്തിനും വ്യക്തതയില്ല. കാരണം അത് ഈ രക്ഷാദൗത്യ സംഘത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം വലിയ കാലാവസ്ഥാ പ്രശ്നം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്ക് നദിയിൽ അതിരൂക്ഷമായി തുടരുകയുമാണ്. അതിനാൽ തന്നെ അതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അർജുന്റെ ബന്ധു ജിതിൻ പറഞ്ഞത്, കാലാവസ്ഥ നോക്കിയിരുന്നാൽ
2 ആഴ്ച 3 ആഴ്ചയൊക്കെ തന്നെ ഇത് നീണ്ടുപോകും. അതിനാൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കണം, കൂടുതൽ ആളുകളെ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ എത്തിക്കണം, എങ്ങനെയും ലോറി പുറത്തെടുക്കണം, അർജുനുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം ഏത് രീതിയിലായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ആശ്വസിക്കാവുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. കഴിഞ്ഞ 11 ദിവസവും ഈ സിഗ്നൽ കിട്ടി, 3-ാം സ്പോട്ടിൽ കിട്ടി, 4-ാം സ്പോട്ടിൽ കിട്ടി എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടായിരുന്നില്ല. ഈ 12-ാം ദിവസമെങ്കിലും എന്തെങ്കിലും ആശയ്ക്ക് വകയുള്ളത്, ആശ്വസിക്കാൻ വകയുള്ളത് കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശ്രീകാന്ത്, ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് അത് കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ടൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോഴും ഈ പോയിന്റ് 3-യിൽ തന്നെ ലോറിയുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുണ്ട്, ലോറിയുണ്ട് അവിടെ എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ നടപടികൾ തുടരുന്നതെങ്കിലും ഔദ്യോഗികമായി അതിൻ്റെ ഒരു സ്ഥിരീകരണം ലഭ്യമായതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണോ ദൗത്യസംഘം ആലോചിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ സ്ഥിരീകരണം അത് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? ഇന്നലെ രാത്രി തന്നെ അത്തരത്തിലൊരു സ്ഥിരീകരണം പ്രതീക്ഷിച്ചിരുന്നല്ലോ, പക്ഷേ അത് പിന്നീട് ഉണ്ടായില്ല. ശ്രീകാന്ത്, റിജിത്ത്, ഇക്കാര്യത്തിൽ ഈ വലിയ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഈ മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമടക്കം പറയുന്നത്. കാരണം മാനുഷികമായ പിഴവുകൾ സംഭവിക്കും, ചില സാങ്കേതികമായ പിഴവുകളൊക്കെ തന്നെ സംഭവിക്കും ഈ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ. പക്ഷെ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു, തെർമൽ സ്കാനിംഗ് നടത്തിയപ്പോൾ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല പ്രദേശത്ത് എന്ന്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നവർ ഉറപ്പ് പറയുന്നുണ്ട്. അതായത് അർജുൻ ഈ ലോറി സ്പോട്ട് ചെയ്തു എന്ന് പറയുന്ന പ്രദേശത്ത് അർജുനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇത് ലോറി തന്നെയാണ് എന്ന് ഒരു ഭാഗികമായ നിഗമനത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അത് അർജുന്റെ ഈ ഭാരത് ബെൻസ് ലോറി തന്നെയാണ് എന്നൊരു ഭാഗിക നിഗമനം അവർക്കുണ്ട്. അതുകൂടി ചേർത്തുള്ള റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ ഈ ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുള്ളത്. ആ സ്ഥലം, ആ വലിയ മൺകൂന, അത് അർജുന്റെ ലോറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. അവിടം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ക്യാബിൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായ ദൗത്യം. ഇതിൽ റീജിത്ത് പറഞ്ഞതുപോലെ മേജർ ജനറൽ ഇന്ദ്രപാലന്റെയൊക്കെ ഈ സാങ്കേതിക പഠനം അത് സഹായകരമാണ്. അത് ഈ സ്ഥലം കണ്ടെത്താൻ സഹായകരമാണ്, ആ ലോറി അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായകരമാണ്, ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായം ചെയ്യുന്നതാണ്. പക്ഷെ 12-ാം ദിവസമാണ്. ഈ 12-ാം ദിവസത്തിലും ഇത്തരത്തിൽ അങ്ങനെയൊരു സാധനം അവിടെ ഉണ്ടോ എന്നുപോലും നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. കാരണം രക്ഷാദൗത്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന അവിടെ ഇറങ്ങി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയത്തും ഈ സാധനം അവിടെയുണ്ടോ, ലോറി അവിടെയുണ്ടോ, മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെയുള്ള തെരച്ചിൽ പരിശോധന, സാങ്കേതിക പരിശോധന മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാരെങ്കിലും കുറ്റം പറയാമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ ഘട്ടത്തിൽ അറിയില്ല. കാരണം നമ്മൾ അവിടെ പോയതാണ്, രാത്രി സമയത്തും പോയി പകൽ സമയത്തും പോയി. അവർ ഈ കരയോട് ചേർന്ന് റോഡിൽ മണ്ണ് മാറ്റി പരിശോധിക്കുന്നുണ്ട്, ലക്ഷ്മണന്റെ കടയുടെ ഭാഗത്തൊക്കെ തന്നെ. അതിനപ്പുറം അവിടെയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്, നദിയിൽ അടിയൊഴുക്കുണ്ടോ, സ്കൂബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. ഇത്തരം പരിശോധനകൾ നടക്കുന്നതിനപ്പുറം അവിടെ ലോറി ഉണ്ടോ, അർജുനുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇനിയും ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് പോകാൻ സാധിക്കാത്ത കാലാവസ്ഥയും സാഹചര്യവും കൂടി ഉണ്ട് എന്നുകൂടി ഇതിനൊപ്പം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 12-ാം ദിനത്തിലേക്ക് രക്ഷാദൗത്യം കടക്കാൻ പോവുകയാണ്. ഇന്ന് ദൗത്യസംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരുപാട് മുന്നേറാൻ കഴിയില്ല. എങ്കിലും അതിനെ മറികടക്കാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ദൗത്യസംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ അതിന്റെ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം. നടന്മാരായ അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റു. ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് അപകടമുണ്ടായത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവരുടെ പരിക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? TK ഇന്ന് പുലർച്ചെ 1:30 ഷൂട്ടിങ്ങിനിടെ ഇത്തരത്തിൽ കാർ മറിഞ്ഞ അപകടമുണ്ടായത്. പരിക്കേറ്റ അർജുൻ അശോകന്റെയും സംഗീത് പ്രതാപിന്റെയും അതോടൊപ്പം മറ്റു 3 പേരുടെയും നില തൃപ്തികരമാണ്. ആർക്കും സാരമായ പരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരെ അപകടം നടന്നതിന് പിന്നാലെ തന്നെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണം MG റോഡിൽ പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചേസിംഗ് ഷീൻ
ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. കാറ് തലകീഴായി മറിയുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന 2 ബൈക്ക് യാത്രികർക്ക് അവർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ആരുടെയും നില ഗുരുതരമല്ല. എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ആശുപത്രി വിടും എന്നാണ് ലഭിക്കുന്ന വിവരം. ടിക്ക്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നത്. അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് ഗുരുതരമല്ല. അപകടം നടന്ന ഉടനെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി രൂപ തട്ടിയ കേസിലെ പ്രതി ധന്യ മോഹൻ കൊല്ലത്ത് ആഡംബര വീട് വാങ്ങിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യ ആഡംബര കാറുകളും സ്വന്തമാക്കി. പോലീസിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെയാണ് ഇവർ കീഴടങ്ങിയത്. ചില വിലയിരുത്തലുകളിലേക്ക്, ചില കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിൽ ഈ ധന്യ മോഹന്റെ ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സൂരജ് സജി? ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ ധന്യാമോഹൻ ഒളിവിൽ പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസും അന്വേഷണം ആരംഭിച്ചതോടുകൂടിയാണ് ധന്യ ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ധന്യയുമായി തൃശ്ശൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ ആഡംബര വീട് കൊല്ലം നഗരത്തിൽ ധന്യ സ്വന്തമാക്കി ഈ പണം ഉപയോഗിച്ചെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വീട്ടിൽ ആഡംബര കാറുകൾ അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ധന്യ പല ഇടങ്ങളിൽ ഈ പണം നിക്ഷേപിച്ചു എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഷെയർ മാർക്കറ്റ് അടക്കം ഈ തുക നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇൻകം ടാക്സ് നേരത്തെയും ധന്യയോട് ചില റിപ്പോർട്ടുകൾ അടക്കം വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ധന്യ നിലവിൽ തൃശൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ന് വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടി. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. സംസ്ഥാന കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. KPCCയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിസ്സഹകരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം. തന്നെ അറിയിക്കാതെ KPCC യോഗം വിളിച്ചതിൽ ഉൾപ്പെടെ കനത്ത എതിർപ്പാണ് VD സതീശനുള്ളത്. വിവിധ ജില്ലകളിൽ DCC സംഘടിപ്പിക്കേണ്ട ക്യാമ്പ് വരും ദിവസങ്ങളിലാണ്. പ്രതിപക്ഷ നേതാവ് നിസ്സഹകരണം തുടർന്നാൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി അടിത്തട്ടിൽ സജീവമാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമത്തിനിടയിലാണ് പടലപ്പിണക്കം. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വയനാട്ടിലെ ചിന്തൻ ശിബിരിൽ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ച പാർട്ടി ചുമതലകൾ ഇനി ഏറ്റെടുക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. സംസ്ഥാനത്ത് ഇന്ന് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പുലർത്തണം. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ടാണ് യോഗം ചേരുക. ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് സർക്കാർ വിഷയം ഗൗരവത്തോടെ എടുത്തത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ കുട്ടിക്ക് നൽകുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ തുടരുന്ന കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കുട്ടിയെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ച കുട്ടിയുടെ PCR പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് ഡോക്ടർ S. നസീബിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. കേരള സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള സ്റ്റഡീസ് അധ്യാപകനും ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ഡോക്ടർ S. നസീബ്. സർവകലാശാല പഠന ഗവേഷണ വകുപ്പുകളിലെ അധ്യാപക മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കേരള സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന ഡോക്ടർ S. നസീബ് അക്കാഡമിക് ആന്റി റിസർച്ച് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. കൊല്ലം നീരാവിൽ സ്വദേശിയാണ്.
വാർത്തകളിലേക്ക് വീണ്ടും. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റ മാടപ്പള്ളി സ്വദേശി അഭിജിത്താണ് പരാതിയുമായി രംഗത്തെത്തിയത്. തുടർ ചികിത്സയ്ക്ക് അഡ്മിറ്റാകാൻ എത്തിയപ്പോഴാണ് ചികിത്സ നിഷേധിച്ചതെന്നാണ് അഭിജിത്ത് പറയുന്നത്. അടുത്തിടെയുണ്ടായ വാഹനാപകടത്തിൽ അഭിജിത്തിന്റെ കൈക്കും കാലിനും പൊട്ടൽ സംഭവിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം ചികിത്സിച്ചത്. പിന്നീട് ഇവിടെ നിന്നും ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സകൾക്ക് വേണ്ടി ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തിയ അഭിജിത്തിനെ അഡ്മിറ്റ് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല. ഓർത്തോ വിഭാഗം ഡോക്ടർ 1 മാസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞാണ് ചികിത്സ നിഷേധിച്ചതെന്നാണ് പരാതി. കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് റെഫറൻസ് ചെയ്തത്. അവിടെ ചെന്നപ്പോഴത്തേന് അവർ പറയുന്നത് ഇവിടെ ഒരു കാരണവശാലും ഇവരെ അഡ്മിറ്റ് ആക്കത്തില്ലെന്നാണ് പറയുന്നത്. OPയുടെ ടിക്കറ്റ് പോലും അവർ ചെയ്ത് തരത്തില്ലെന്ന് പറയും. കാരണം ഡ്രസ്സ് ചെയ്യാനെങ്കിൽ OPയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് അതുപോലും അവർ ചെയ്തു തന്നില്ല നമുക്ക്. മുറിവുകൾ ഡ്രസ്സ് ചെയ്യുകയും ഇഞ്ചക്ഷൻ നൽകുകയും മാത്രമാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഇത് സാധിക്കില്ലെന്ന് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞുവെന്നാണ് പരാതി. ആശുപത്രിയിൽ നിന്നും ചീട്ടെടുക്കാൻ പോലും അനുവദിച്ചില്ല. ചികിത്സ നിഷേധിച്ചതിനെതിരെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കോട്ടയം. കേന്ദ്ര ബജറ്റിൽ കേരളം അവഗണിക്കപ്പെട്ടെന്ന വാദം തെറ്റെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. മന്ത്രി KN ബാലഗോപാലിന് ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. തർക്കം അവസാനിപ്പിച്ച് സ്ഥലം കണ്ടെത്തി കൊടുത്താൽ കേരളത്തിൽ എയിംസ് വരുമെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ബഡ്ജറ്റിൽ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ധനകമ്മി കുറച്ചു കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റാണ്. റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റാണ്. അഥവാ നിർമ്മല സീതാരാമൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല ധന മാനേജ്മെൻറ്റാണ് ഈ ബഡ്ജറ്റ് എന്ന് കാണാൻ സാധിക്കും. കേരളത്തിന് എയിംസ് കിട്ടും, യാതൊരു സംശയവും വേണ്ട. കേരളത്തിന് പ്രശ്നം കേരളത്തിലെ തെറ്റായ ധന മാനേജ്മെൻറ്റാണ്. അതിൻ്റെ ഫലമായി നമുക്ക് പ്രൊജക്റ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞൂടാ. നീതി ആയോഗ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവർണർമാർ, വിവിധ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള വികസിത ഭാരതം എറ്റ് 2047 രേഖ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷമായ 2047 $30 ട്രില്യൺ വികസിത സമ്പദ് വ്യവസ്ഥയാകുന്നതിന് ഭാരതത്തെ സഹായിക്കാനുള്ള ദർശനരേഖയും യോഗം തയ്യാറാക്കും. കോൺഗ്രസ്, CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനാകില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് വൈദ്യുതി വിതരണ കമ്പനികൾ. NTPCയും സ്വകാര്യ കമ്പനികളായ ജിൻഡാൽ പവർ ലിമിറ്റഡ്, ജിൻഡാൽ ഇന്ത്യയും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. തെർമൽ പവർ ലിമിറ്റഡ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉത്തരവിന് പിന്നാലെയാണ് പ്രഖ്യാപനം. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിവരങ്ങൾ ആർക്കെ? സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിലപാടിലാണ് ഈ സ്വകാര്യ കമ്പനികൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ട്രിബ്യൂണലിന്റെ വിധിയുടെ തുടർച്ച എന്ന രീതിയിലാണ് അവർ നിലപാട് വ്യക്തമാക്കുന്നത്. യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് 3 കമ്പനികളിൽ നിന്ന് 25 വർഷത്തേക്ക് 472 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനായിരുന്നു സംസ്ഥാനം ഒപ്പിട്ട കരാറ്. 2016 ഒപ്പിട്ട കരാർ പ്രകാരം 2016 മുതൽ സംസ്ഥാനം വൈദ്യുതി വാങ്ങി തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ നടപടികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി 2023 മെയ് മുതൽ ഇവരിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വിലക്കിയിരുന്നു. ഇത് അംഗീകരിക്കാതെ അവർ ആ സമയത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ വേനൽ സമയത്ത് സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തുടർന്ന് പോവുകയും ചെയ്തു. 2003 വൈദ്യുതി നിയമം 108ാം വകുപ്പ് പ്രകാരം സർക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ്. തുടർന്ന് ആ ഉത്തരവ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ഈ ഉത്തരവ് പുനഃസ്ഥാപിച്ച സമയത്ത് പഴയ നിരക്കിൽ മുൻ ഈ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള വൈദ്യുതി ആ കരാർ വീഴ്ച വരുത്തി. അതുകൊണ്ട് ആ നിരക്ക് പ്രകാരം വൈദ്യുതി നൽകാനാകില്ലെന്നായിരുന്നു ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുടെയും ഈ സ്വകാര്യ കമ്പനികളുടെയും നിലപാട്. ഈ നിലപാടിനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഈ കരാർ റദ്ദാക്കിയപ്പോൾ
1200 കോടി രൂപ അടക്കം മുടക്കി KSEB പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയിരുന്നു. ഇതടക്കം KSEB ചൂണ്ടിക്കാട്ടിയെങ്കിലും ട്രിബ്യൂണൽ അത് അംഗീകരിച്ചില്ല. ഈ NDPCയുടെയും സ്വകാര്യ കമ്പനികളുടെയും നിലപാടിനൊപ്പമാണ് ട്രിബ്യൂണൽ നിന്നത്. ഇതോടുകൂടിയാണ് സംസ്ഥാനം പ്രതിസന്ധിയിലായിരിക്കുന്നത്. തങ്ങൾ ഈ നിലപാടിൽ ഇനി ഏതെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംസ്ഥാനവുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് വ്യക്തമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. കാരണം അടുത്ത ഘട്ടങ്ങളിൽ ഈ വൈദ്യുതി ക്ഷാമം ഉണ്ടാകുമ്പോൾ പുറത്തു നിന്ന് കൂടുതൽ തുകയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പവർ കട്ടിലേക്കോ സംസ്ഥാനം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കുകയാകും മുന്നിലുള്ള മാർഗം. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനാകില്ല എന്ന നിലപാടിൽ അതിൽ മാറ്റം വരുത്തില്ല എന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. രാത്രി 7-ന് പല്ലേക്കലയിലാണ് മത്സരം. ഗൗതം ഗംഭീർ പരിശീലകനായും സൂര്യകുമാർ യാദവ് T20 ടീമിന്റെ നായകനുമായതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണിത്. മലയാളി താരം സഞ്ജു സാംസണും ടീമിലുണ്ട്. ശ്രീലങ്കയും പുതിയ നായകന് കീഴിലാണ് ഇറങ്ങാൻ പോകുന്നത്. ലോകകപ്പിന് ശേഷം രാജിവെച്ച വനിന്ദു ഹസ്രംഗയ്ക്ക് പകരം ചരിത് അസലങ്കയാണ് ലങ്കൻ ടീമിനെ നയിക്കുന്നത്. ശിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 24-ന്റെ പ്രത്യേക പരമ്പര ദുരന്തം വരുന്ന വഴികൾ. കർണാടക ശിരൂരിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിന് സമാന സാഹചര്യം കേരളത്തിലുമുണ്ടെന്ന് ആക്ഷേപം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന രാമനാട്ടുകര, വെങ്ങളം റീച്ച്, വെങ്ങളം അഴിയൂർ റീച്ച് എന്നിവിടങ്ങളിലെ അപകട സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. യാത്രക്കാർക്കൊപ്പം നിരവധി കുടുംബങ്ങളും ഇവിടെ ആശങ്കയിലാണ്. ശിരൂരിലെ അപകടത്തിന് കാരണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് വിലയിരുത്തുന്നത്. ഭൂമിയുടെ ഘടന മനസ്സിലാക്കാതെ ചെങ്കുത്തായി മണ്ണെടുത്തു മാറ്റിയത് അപകടം വിളിച്ചുവരുത്തി എന്നാണ് വിമർശനം. സമാനമായ അപകട സാധ്യത കേരളത്തിൽ നിരവധിയുണ്ട്. രാമനാട്ടുകര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റൂട്ടിലെ നിസരി ജംഗ്ഷനിലെ കാഴ്ചയാണിത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ കുന്നിൻപുറങ്ങളിലും മലഞ്ചെരുവുകളിലും ഒറ്റപ്പെട്ടുപോയ നിരവധി കുടുംബങ്ങളുണ്ട്. വീടുകളിലേക്കുള്ള വഴി അടഞ്ഞു എന്നതിനൊപ്പം മഴ കനക്കുന്നത് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകാം എന്നതാണ് ഇവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. കൊക്കയോട് ചേർന്ന് വസിക്കുന്നവരല്ലെങ്കിലും അവരെക്കാൾ ഭീതിയിലാണിവർ. ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ വെച്ചാൽ ഈ താഴെ ഇവിടെ മണ്ണിടിച്ചതല്ലേ, അപ്പം പിന്നെ ഇത് കഴിഞ്ഞ മഴയ്ക്കൊക്കെ ഇവിടെ നല്ല ഇടിച്ച ഇവരെ ഈ അത മൊത്തം ഇടിഞ്ഞ് ഈ റോഡിൻ്റെ മേലേക്ക് വീണതാണ്. അപ്പോൾ ഭയങ്കര പേടി തന്നെയാണ് ഇവിടെ നിൽക്കണ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഈ കുന്നിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഒരു ഇതിനാണ്. അപ്പുറം ഇപ്പുറമൊക്കെ മണ്ണെടുത്തതാണ്. കർണാടകത്തിലെ ശിരൂരിലത്തെ മാതിരി പോരുകയാണെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് പോരുകയാണെങ്കിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അവിടെ കയറിയാലേ ആ ഭാഗത്ത് നോക്കിയാൽ വലിയ വലിയ പാറകളാണ്. കിടങ്ങുപോലെ ദേശീയപാത, കുന്നിൻ മുകളിലെ വീടുകൾ താഴേക്ക് പതിക്കുമെന്ന ആശങ്ക. കുന്നിന് വേണ്ട വെള്ളം നന്നാക്കി കുത്തിയൊലിച്ച് വരുന്ന സ്ഥലമാണ്. അതിൽ സുരക്ഷിതമായിട്ടൊരു ഇതൊന്നും കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല. പേടിച്ചും കൊണ്ട് കിടന്നിറങ്ങലൊക്കെ. ഇവിടെ കുറേ സുഖമില്ലാത്തവരും പ്രായമുള്ളവരൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഓടി കഴിച്ചില്ലാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഒന്നും കഴിഞ്ഞ മഴയ്ക്ക് ഇവിടെ താഴെ ലേശം പൊട്ടിയും ചെയ്തു. മണ്ണിടിഞ്ഞു വീഴുന്നത് പോലെ കെട്ടിടങ്ങളും നിലം പതിക്കാം. ദേശീയപാതയ്ക്കായി ഒഴിപ്പിച്ച പല കെട്ടിടങ്ങളും ഇതുപോലെ ജീർണിച്ച അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ആയിരക്കണക്കിന് മറ്റു എല്ലാ ഭാരമേറിയ വാഹനങ്ങളും പോകുന്ന വഴിയാണിത്. 6 വരി പാതയ്ക്ക് വേണ്ടി മണ്ണെടുത്തപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റുകയും ബാക്കിയുള്ള ഭാഗമാണ് ഇന്നിവിടെ കാണുന്നത്. ഇത് കാറ്റിലും മഴയിലും അടർന്നു വീണ് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മറ്റും ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ്. വെങ്ങളം അഴിയൂർ റീച്ചിലെ കാഴ്ചയും മറിച്ചല്ല. കൊയിലാണ്ടി കൊല്ലം കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. വടകര മുക്കാളി ഭാഗത്ത് സോയിൽ നെയിലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്ത ഭിത്തികളും തകർന്നു വീണിട്ടുണ്ട്. കൊയിലാണ്ടി കോമത്തുകര ഭാഗങ്ങളിലും നന്ദി ശ്രീശൈലം കുന്ന് എന്നിവിടങ്ങളിലും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്തതിനാൽ വീടുകൾ അപകടാവസ്ഥയിലാണ്. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഈ കുടുംബങ്ങളുടെ നെഞ്ചിടിപ്പേറുകയാണ്.
ഒപ്പം ഇതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെയും. ചെങ്കുത്തായ ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയിൽ ഇത്തരം ഭിത്തികളും നിലം പതിക്കുകയാണ്. ഇതും അപകടം വർദ്ധിപ്പിക്കുന്നു. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ 12ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജലപ്പരപ്പിന് മുകളിൽ ഫ്ലോട്ടിംഗ് പ്ലാന്റൂണുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്താനാണ് ഇന്നത്തെ നീക്കം. പ്രതികൂല കാലാവസ്ഥ ഇന്നും തെരച്ചിലിന് തിരിച്ചടിയാകുമോ എന്ന് ആശങ്കയുണ്ട്. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഇന്നലെ കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിരുന്നു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ഒപ്പം നമ്മുടെ ടീം ഷഫീദ് റാവുത്തർ, അരുൺ പൂപ്പറമ്പ, അരുൺ പാറയ്ക്കൽ തുടങ്ങി ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ പ്രഭാതത്തിൽ ശ്രീകാന്ത്, ഇന്നലെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു കാര്യങ്ങൾ. കാരണം ഈ ശക്തമായ കുത്തൊഴുക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ എത്രയോ അപ്പുറത്താണെന്ന് ഇന്നലത്തോടുകൂടി നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇന്ന് പുതിയ സംവിധാനങ്ങൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഏറെ ശ്രമകരമാകുന്നു. ഇന്നിപ്പോൾ പ്രഭാതത്തിൽ എന്താണ് ഏറ്റവും പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? സ്മിത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഷിരൂർ ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന ആ എൻട്രൻസിന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ നിന്നും ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ് ഈ ദുരന്തം നടന്ന പ്രധാനപ്പെട്ട സ്ഥലമുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴ മാറി നിൽക്കുകയാണ്. അതിനാൽ ഒരു പ്രതീക്ഷയുണ്ട് കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായി മാറും കുറച്ചുകൂടി കഴിയുമ്പോൾ എന്നുള്ളത്. അങ്ങനെ അനുകൂലമാകുമെങ്കിൽ ഈ തിരച്ചിൽ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ സ്മിത, ഈ 12ാം ദിവസവും നമുക്ക് മുന്നിൽ ഉള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: അർജുൻ എവിടെ എന്നുള്ളതാണ്. ഈ 12ാം ദിവസവും നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു ചോദ്യം. കാരണം ഈ കഴിഞ്ഞ 11 ദിവസവും ഇന്നലെ വരെയും പരിശോധനകൾ നടത്തി പലകുറി. അതോടൊപ്പം തന്നെ ഈ പുഴയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃത്യമായ പരിശോധന നടത്തി. എന്നിട്ടും ഈ ലോറിയുടെ ക്യാബിൻ അടക്കമുള്ള ഭാഗങ്ങൾ എവിടെ എന്നുള്ളത് എക്സാക്ട് സ്പോട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയും നമുക്ക് കിട്ടിയ മറുപടി. പക്ഷേ ഇന്നലെ രാത്രി 9 മണിക്ക് ഒരു റിപ്പോർട്ട് ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് ഈ ദൗത്യ സംഘം കൈമാറി. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആ മൺകൂന, ഒരു 3 ഭാഗങ്ങളായ മൺകൂനയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൺകൂനയ്ക്ക് തൊട്ടടുത്തായി ഈ ലോറിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യ സംഘം അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും കൃത്യമായ സിഗ്നൽ വരുന്ന 3ാം സ്പോട്ട് അതാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ ദൗത്യ സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുക, അതാണ് ലക്ഷ്യം. പക്ഷേ സ്മിത, അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ 3ാം സ്പോട്ടിലേക്ക് തിരച്ചിൽ നടത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ എത്തും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ സ്ഥലത്തേക്ക് ഈ നേവി ഡീപ്പ് ഡൈവിംഗ് നടത്തുന്നതിനുള്ള ഇപ്പോഴത്തെ സാഹചര്യമില്ല. അവിടെ 6.8 നോട്ട്സ് ആണ് ഇപ്പോഴത്തെ അടിയൊഴുക്ക്. നേവി ഡൈവർമാർക്ക് ഒരു കാരണവശാലും അവിടേക്ക് ഡീപ്പ് ഡൈവ് ചെയ്തു പോയി ആ ലോറി കണ്ടെത്തി അതിനുള്ളിൽ അർജുന്റെ സാന്നിധ്യമുണ്ടോ, മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനും അത് തിരിച്ചറിയാനും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനും അവർക്ക് സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ പോംവഴി എന്താണ് എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത്. അത്തരത്തിലൊരു ചിന്ത വന്നപ്പോഴാണ് പുതിയ ഒരു ഐഡിയ വന്നത്. അതായത് ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകൾ കൊണ്ടുവരിക എന്നുള്ളത്. ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർക്കലയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകളല്ല. നേരെ മറിച്ച് ഈ ഗോവ, കാർവാർ മേഖലകളിലൊക്കെ തന്നെ മൈനിങ് വളരെ കൂടുതലായുണ്ട്. ഈ മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകളുണ്ട്. അതിൻ്റെ അടിവശം വളരെ വീതിയിൽ പരന്നിരിക്കുന്ന അടിവശമാണ്. അത് കുറച്ചുകൂടി ഭാരമുള്ളതുമാണ്. അത് ഈ പുഴയ്ക്ക് കുറുകെ, ഈ നദിക്ക് കുറുകെ ഇട്ട് അതിനു വഴി ഈ ഡൈവർമാരെ നദിയുടെ ഒത്ത നടുക്ക് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പൊണ്ടൂണുകൾ നദിയിലെ ഒഴുക്കിൽ ഒഴുകിപ്പോകുമോ എന്നൊരു സംശയം നേവി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാർവാർ MLA അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിലൂടെയാണ് ഈ പൊണ്ടൂണുകൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒഴുകില്ല, അത് 4 ഭാഗത്തും ആങ്കർ ചെയ്ത് നിർത്താം എന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും ഒടുവിൽ ഈ മൺകൂനയ്ക്ക് സമീപം ഒരു വലിയ ഇരുമ്പ് പൈപ്പോ ഇരുമ്പ് വടമോ ഉപയോഗിച്ച് ഈ ഡൈവർമാരെ അതിലേക്ക് ഇറക്കി, ഈ താഴേക്ക് ഇറക്കി അവിടെ പരിശോധന നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ
ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്, ഈ പ്രദേശത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് സാധ്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഗോവയിൽ നിന്നാണ് ഈ പൊണ്ടൂണുകൾ കൊണ്ടുവരേണ്ടത്. എന്തായാലും അതിന് സമയമെടുക്കും പൊണ്ടൂണുകൾ എത്താൻ. അത് അസംബിൾ ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് ശേഷം അത് സ്ഥാപിക്കണം. ഒപ്പം തന്നെ ഡൈവർമാർക്ക് അതിൽ കയറി പോകാൻ സാധിക്കുമോ, ഈ ഒഴുക്കിനെ ഈ പൊണ്ടൂണുകൾ അതിജീവിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. മഴ പെയ്ത് കുലംകുത്തി ഒഴുകുകയാണ് നദി. ആ ജലനിരപ്പ് ഉയരുമെങ്കിൽ പൊണ്ടൂണുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അസ്മിത. അതിനൊന്നും തന്നെ ഇനിയും കൃത്യമായ ഉത്തരമൊന്നുമില്ല. ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഏക കാര്യം. മറ്റൊന്ന്, ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്. ഇതൊരു അത്തരത്തിലുള്ളൊരു മേഖലയാണ്. പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളെ കൂടി ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടുവിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇവിടുത്തെ അടിയൊഴുക്കും ഇവിടുത്തെ സാഹചര്യവുമൊക്കെ അറിയാം എന്ന് കരുതുന്നു. അവരെ കൂടി ഇടപെടുവിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. സ്മിത, ഒരു കാര്യം കൃത്യമായി പറയാം, 12-ാം ദിവസമാണ്. 12-ാം ദിവസവും ഈ ലോറി അതിൻ്റെ ക്യാബിൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി 100% സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. രണ്ടാമത്തെ കാര്യം, അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെയും ഞങ്ങൾക്ക് അങ്ങനെയൊരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അർജുൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടിയില്ല. 11-ാം ദിവസവും ഈ നടന്ന സംഭവത്തിൽ കൃത്യമായ ഒരു മറുപടി അധികൃതരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നും ഇല്ല എന്നുള്ളത് വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ അവർ പറയുന്നത് കാലാവസ്ഥയൊക്കെ തന്നെ പ്രശ്നമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഈ അർജുന്റെ കുടുംബം, അർജുന്റെ ബന്ധു ജിതിൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ജിതിനോട് ഇതേ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ ജിതിൻ പറഞ്ഞത്, ഈ കാലാവസ്ഥയെ പഴിച്ചിരുന്നാൽ 1, 2, 3 ആഴ്ചയൊക്കെ നീണ്ടുപോകും. അതിനാൽ ഈ കാലാവസ്ഥയെ അവഗണിച്ചും രക്ഷാദൗത്യം നടത്താൻ കഴിയുന്ന, പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നൊരപേക്ഷ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. രണ്ട് തരത്തിൽ പരിശോധന നടത്തും. മറ്റൊരു കാര്യം കൂടി ശ്രീകാന്ത്, ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ തന്നെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ അങ്ങോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആണ് നോക്കുന്നത്. അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അത് തന്നെയാണ് എല്ലാവരും വച്ചു പുലർത്തുന്നത്. പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന ഈ രക്ഷാദൗത്യ സംഘം അവർ നേരിടുന്ന വെല്ലുവിളികൾ, യഥാർത്ഥത്തിൽ നമ്മുടെ ടീം അംഗങ്ങൾ അവിടെ ചെന്ന് നേരിട്ടുള്ള കാഴ്ചകൾ അതറിഞ്ഞ് അനുഭവിച്ചു വന്നപ്പോഴാണ് ഇത് ഇത്രത്തോളം ദുർഘടം പിടിച്ചതാണെന്നും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മനസ്സിലാക്കിയത്. അപ്പോൾ നേരിട്ടുള്ള നിങ്ങളുടെ ആ ഒരു അറിവ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ കൂടെ നമുക്ക് കൺവിൻസിംഗ് ആണ്. എങ്കിൽ പോലും ചിലർക്കിപ്പോഴും പല കോണുകളിൽ നിന്ന് അവർ ഉന്നയിക്കുന്നത് ഇത് ഇത്രത്തോളം എന്തുകൊണ്ടാണ് വെല്ലുവിളിയാകുന്നത്, ഇതിനേക്കാളൊക്കെ എത്രയെത്രയോ മലനിരകളിൽ പോയി മണ്ണിടിച്ചിലുകളിൽ പോയി ഒക്കെ രക്ഷാദൗത്യ സംഘം ഇങ്ങനെയുള്ള അവരുടെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഇത്രത്തോളം ദുർഘടം പിടിച്ചതാകുന്നു എന്നുള്ള ചോദ്യം, പക്ഷെ ദൂരെ മാറി നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, വിമർശിക്കുന്നതും എളുപ്പമാണ്. പക്ഷെ രാവും പകലും ഇല്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, കുറേ മനുഷ്യരുണ്ട്. അത് രക്ഷാസംഘത്തിലുള്ളവരായാലും നമ്മൾ മാധ്യമപ്രവർത്തകരായാലും എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ് അവിടെയുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ഇന്നിപ്പോൾ നോക്കിയാൽ തന്നെ പ്രഭാതത്തിൽ അവിടെ മഴയൽപ്പം മാറി നിൽക്കുന്നു, ശാന്തമാണ് എന്ന് തോന്നും. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷിക്കും ഇന്നത്തെ ഒരു ദൗത്യം അത് നല്ല രീതിയിൽ തന്നെ പോകും, വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷേ അല്പസമയത്തിനകം തന്നെ അപ്രതീക്ഷിതമായി മഴയെത്തുന്നു, ശക്തമായ കുത്തൊഴുക്ക് കൂടുന്നു നദിയിൽ, വീണ്ടും എല്ലാം തകിടം മറയുന്നു. ആ രീതിയിലാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ഒരു കാലാവസ്ഥ വെച്ച് ശ്രീകാന്തിന് എന്താണ് തോന്നുന്നത്? ഇത്രയും ദിവസങ്ങളായി അവിടെ തുടരുകയാണല്ലോ നിങ്ങളെല്ലാവരും. സ്മിത, ഇത്രയും വൃത്തികെട്ട അനുസരണയില്ലാത്ത ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം രാവിലെ ഞങ്ങൾ 6 മണിയുടെ ലൈവ് കൊടുക്കാൻ ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ മാറി തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. ഇപ്പോഴിങ്ങനെ മഴച്ചാറ്റൽ തുടങ്ങിയിരിക്കുന്നു. അതായത് വലിയ ചൂട്, വലിയ വെയിലും ചൂടുമൊക്കെ അനുഭവപ്പെടും. നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ വെയിലായി, ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കും, രക്ഷാദൗത്യം നടക്കും, തൽക്കാലം കൊട വണ്ടിയിലേക്കൊക്കെ വെക്കാം, പിന്നീട് പുറത്തിറങ്ങി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും ആ നിമിഷം കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഇടിച്ചുകുത്തിയാണ് മഴ വരുന്നത്. അതായത് തുള്ളിക്കൊരു കുടം പോലെ, നമ്മുടെ നാട്ടിലെങ്ങും പെയ്യുന്നത് പോലെ അല്ല മഴ പെയ്യുന്നത്. ഇവിടെ തുള്ളിക്കൊരു കുടം പോലെ മഴ പെയ്യും.
തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറം കടൽ കൂടിയാണ്. അതിനാൽ തന്നെ അടിക്കുന്ന കാറ്റെന്ന് പറയുന്നത് നമ്മുടെ പല കുടകളുമൊക്കെ തന്നെ കീറിപ്പറിഞ്ഞൊരു പരിതാപകരമായ അവസ്ഥയിലേക്കൊക്കെ ആയിപ്പോയിട്ടുണ്ട്. കാരണം അത്രയധികം ശക്തമായ കാറ്റ് കൂടിയാണ് അടിക്കുന്നത്. ഇവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിലാണ് സ്മിത ഈ രക്ഷാസംഘം, ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ പണിയെടുക്കുന്നത്. നമ്മളവിടെ ഞാൻ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് കേരളത്തിലിരുന്ന് സ്മിത പറഞ്ഞ ഈ കാര്യം കൃത്യമായി ആലോചിച്ചതാണ്. ഈ മഴയും വെയിലും ഒന്നും കണ്ടിട്ടില്ലാത്തതാണോ, ഇതൊക്കെ തന്നെ സ്വാഭാവികമായി സൈന്യത്തിന് നേവിക്കുമൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അഭിലാഷ്, മൺകൂനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഈ കാണുന്ന മൺകൂന് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു 2-3 ഇരട്ടി വലിയ മല, ആ മലയാണ് ഇടിഞ്ഞ് ഒന്നാകെ ഈ റോഡിലേക്ക് ഇറങ്ങിയത്. അത് തള്ളി പുഴയിലേക്ക് പോയത്. ഈ മല എന്ന് പറയുന്നത് ഒരു ഉള്ളുറപ്പില്ലാത്ത ഒട്ടും തന്നെ ഉറപ്പില്ലാത്ത മലയാണ്. ഇങ്ങനെ പൊടിയായി മണ്ണിങ്ങനെ താഴേക്ക് ഉതിർന്ന് വീണുകൊണ്ടേയിരിക്കും. നന്നായി ഒന്ന് കുതിർന്നാൽ പോലും. അതാണ് ഇവിടുത്തെ ഈ ഒരു ടെറൈൻ്റെ അവസ്ഥ. അതിനാൽ തന്നെ ഒന്ന്, ഈ ടെറൈൻ വളരെ മോശം ടെറൈനാണ്. രണ്ട്, ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഴ നിൽക്കും. അതിനുശേഷം പിന്നീട് വെയിൽ വരും, പിന്നീട് തൊട്ടുപുറകെ വലിയ കൊടുങ്കാറ്റ് പോലെ കാറ്റടിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ജോലി ചെയ്യുക, ഈ ഡ്രോൺ പറത്തുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു പ്രതിസന്ധി. 2, ഈ നദിയിൽ എപ്പോഴാണ് ജലനിരപ്പ് ഉയരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ 7 നോട്ട്സാണ് ഇപ്പോഴത്തെ നദിയിലെ ഈ അണ്ടർ വാട്ടർ കറൻസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒറ്റയടിക്ക് ജലനിരപ്പ് അങ്ങ് പൊങ്ങും. അതിനുശേഷം, കാരണം ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതിഭീകരമായ മഴ പെയ്യുന്നുണ്ട്. വനമേഖലയാണ്, ശിരൂർ കുന്നുകളാണ്. ആ വെള്ളമെല്ലാം കൂടി വന്നിട്ട് ഈ ജലനിരപ്പ് ഉയരും, ഈ അടിയൊഴുക്ക് വീണ്ടും ശക്തമായി കൂടുകയും ചെയ്യും. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് സ്മിത. അത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. 11 ദിവസമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം. പക്ഷെ അപ്പോഴും സ്മിത ചോദിച്ചതുപോലെ, ഈ ആളുകളെല്ലാം ചോദിക്കുന്നത് പോലെ ഒറ്റ ചോദ്യം നമുക്കുമുണ്ട്: എപ്പോൾ അർജുനെ കിട്ടും? ഈ ലോറിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മറ്റു പോംവഴികളൊന്നുമില്ലേ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതേ ചോദ്യം നമ്മളും ചോദിച്ചു, മന്ത്രിമാരോട് ചോദിച്ചു, എംപിമാരോട് ചോദിച്ചു, കാർവാർ MLA ചോദിച്ചു, ജില്ലാ കളക്ടറോട് ചോദിച്ചു. അവരൊക്കെ തന്നെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്ന് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ വരുന്നത് കൂടി ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായാണ് എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം സ്മിത. പക്ഷേ ഇന്നലെയും മെനിങ്ങാന്നും ഒക്കെ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചതാണ്, ഒന്നും നടന്നില്ല. അതെ, ഇന്നലെയും മിനിങ്ങാന്നും ഉള്ള തെരച്ചിലൊക്കെ തന്നെ രാത്രിയാകുമ്പോഴേക്കും നിരാശയാണ് ഫലം. ഇന്നിപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തെരച്ചിൽ. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ നമുക്കുണ്ട്. അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ശ്രീകാന്ത് പറയുകയായിരുന്നു ഈ കാലാവസ്ഥയെക്കുറിച്ചും. അവിടുത്തെ വലിയ വെല്ലുവിളികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ്. ശക്തമായ കുത്തൊഴുക്കുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ഇത് അറിയാത്തതല്ലോ, പലർക്കും ഇത് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് എന്തുകൊണ്ട് ആ ചോദ്യം വരുന്നു എന്ന് പറയാൻ കഴിയില്ല. നമുക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായി അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ ഒരു പ്രതിസന്ധികൾ, വെല്ലുവിളികളെല്ലാം കൃത്യമായി തന്നെ പറയാൻ കഴിയും. നമുക്കതിൽ കൂടുതൽ എക്സാജറേഷൻസോ അതൊന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഇന്ന് 12ാം ദിവസമാണ്. നേരത്തെ ശ്രീകാന്ത് പറയുകയായിരുന്നു, പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാകുക. അതിൽ ഏറ്റവും പ്രധാനമായത് ഒരു വർക്കലയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലല്ല, പന്തൂൺസ് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി അത് ആങ്കർ ചെയ്ത് ഒഴുകിപ്പോകാത്ത രീതിയിൽ നിർത്തുന്നു. 3-4 എണ്ണം അവിടെ കൊണ്ടുവരുന്നു പാൻറ്റൂണുകൾ. ആ രീതിയിലാണ് ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സഹകരണവും സഹായവും അതെടുക്കും. നമ്മൾ 2018 കണ്ടതാണ്. പ്രളയത്തിൽ അവർ നൽകിയ വിലയേറിയ അവരുടെ ഒരു സംഭാവന, അവർ ജീവൻ പണയപ്പെടുത്തി 24 മണിക്കൂറും അവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അത്ര ചെറുതല്ല. അവർ കൂടി ഇന്ന് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ന് ഏത് രീതിയിലാകും ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാകുക എന്നുള്ള ആകാംക്ഷയുണ്ട്. അരുൺ അന്നത്തെ ദിവസം മുതൽ അവിടെ ഉള്ളതാണ്. കൃത്യമായിട്ട് എല്ലാവരോടും കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ എന്താണ് വിവരങ്ങൾ അരുൺ? അസ്മിത, ഇതിൽ ഏറ്റവും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും ഈ ഗംഗാവലി പുഴയിലെ ഈ അടിയൊഴുക്കും തന്നെയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവർക്ക് ഈ പുഴയുടെ അടിത്തട്ടിലെത്തി ഇതിൻ്റെ പരിശോധന നടത്താൻ അതിന് സാധ്യമായൊരു പശ്ചാത്തലം, അല്ലെങ്കിൽ അതിനൊരു അടിയൊഴുക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്
ഒരു 3 നോട്ട്സ് വരെയാണ്. 3 നോട്ട്സ് വരെയാണെങ്കിൽ അവർക്ക് ആ ശക്തി ഉണ്ടെങ്കിൽ പോലും അവർക്കതിൽ അടിത്തട്ടിലെത്തി പരിശോധിക്കാൻ കഴിയും എന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് 7ഉം 8ഉം നോട്ട്സായി തുടരുകയാണ്. ഇന്നും അതിൽ കുറവും ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ അല്പം മഴ മാറി നിന്നെങ്കിൽ പോലും ഈ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. ഈ കർണാടക വനമേഖലയിലും ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അടിയൊഴുക്കിൽ നിലവിൽ മാറ്റമുള്ളതായിട്ടുള്ള വിവരമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ പോലും അവർക്ക് ഈ അടിത്തട്ടിലെത്തി അത് പരിശോധിച്ചാൽ ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് കടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ് എന്ന് ജില്ലാ ഭരണകൂടവും ഈ ദൗത്യ സംഘങ്ങളെല്ലാം അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി നിർണായകമാണ്, അല്ലെങ്കിൽ ഈ രക്ഷാദൗത്യത്തിന് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് ഇന്നലെ ഈ ദൗത്യ സംഘവും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇന്നലെ വൈകിട്ട് അവർ നൽകിയിട്ടുള്ള സൂചന അതാണ്. നിലവിൽ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള 4 പോയിന്റുകളിൽ 3ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ കൂടുതലായിട്ടുള്ള തെരച്ചിലുണ്ടാവുക. അതിൽ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ അടിയൊഴുക്കിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ സജ്ജമാക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അതായത് ഈ പോയിന്റിലേക്ക് ഈ ഫ്ലോട്ടിംഗ് ഈ മാതൃകയിൽ ഇതൊരു ഒരു ബേസ് ഉണ്ടാക്കും, അതായത് ഒരു പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് അവിടെ സജ്ജമാക്കും. അതിനുശേഷം ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതിൽ ഹുക്ക് ചെയ്തുകൊണ്ട് അടിത്തട്ടിലേക്ക് എത്തി പരിശോധന നടത്താൻ സാധിക്കുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അത് ഇന്ന് അവിടെ സജ്ജമാക്കുന്നതിലൂടെ നമുക്ക് ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രോൺ പരിശോധന ഇന്നലെ തന്നെ അവസാനിപ്പിച്ചവർ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടവും കേരളത്തിൽ നിന്നുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുമായി ഉൾപ്പെടെ കൂടിച്ചേർന്നുകൊണ്ട് അവർ അതിൽ ഒരു എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും നേവിയുടെ ഉൾപ്പെടെ അതിൽ ഓപ്പറേഷൻ നടക്കുക, റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിലവിലിപ്പോൾ രാവിലെ ചെറിയ തോതിൽ മാത്രമേ മഴയുള്ളൂ. ഇന്നലെ രാത്രി അത്ര ശക്തമായ മഴയുണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായി മാനം തെളിഞ്ഞു നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നിലവിലിപ്പോൾ ദൗത്യ സംഘത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ഇവിടെ ഇന്ന് രാവിലെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ചേർന്ന് അവർ നിലവിൽ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് കൂടി അവലോകനം ചെയ്ത് ഇതിലെനി എന്താണ് വേണ്ടത്, കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ്, ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂണിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ചർച്ച നടത്തും. അതുൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പ്ലാനിൽ ഒരു രൂപം നൽകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നമുക്ക് ഈ 12ാം ദിനത്തിൽ ശുഭകരമായിട്ടുള്ളൊരു വാർത്ത പ്രതീക്ഷിക്കാം എന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. സ്മിത, അരുണും ശ്രീകാന്തുമാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ അവിടെ നിന്ന് ചേർന്നത്. കൂടുതൽ വാർത്തകളിലേക്കും റിപ്പോർട്ടുകളിലേക്കും നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മെഡൽ പ്രതീക്ഷ. 10 മീറ്റർ എയർ റൈഫിൾ മിക്സ് ടീം മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇന്നിറങ്ങും. ബാഡ്മിന്റൺ, ബോക്സിംഗ്, ടെന്നീസ്, ഹോക്കി തുടങ്ങിയ ഇനങ്ങളിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾക്കും ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ഇവന്റിൽ തന്നെ ഇന്ത്യൻ സാന്നിധ്യം. 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം വിഭാഗത്തിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്ന ഇവന്റിന്റെ വെങ്കല മെഡൽ മത്സരം ഉച്ചയ്ക്ക് 2-നും സ്വർണ്ണ മെഡൽ മത്സരം 4-നും നടക്കും. ഒളിമ്പിക്സിൽ ഹോക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള ഇനമാണ് ഷൂട്ടിംഗ്. ഒരിക്കൽ കൂടി ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വിജയത്തിന്റെ വെടിയൊച്ച മുഴങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിന്റെ മത്സരം രാത്രി 7:10-നാണ്. ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷകളിലൊന്നായ പുരുഷ ഡബിൾസിലെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി ജോഡിയുടെ മത്സരം രാത്രി 8-നും വനിതാ ഡബിൾസിലെ അശ്വനി പൊന്നപ്പ ടാനിഷ ജോഡിയുടെ മത്സരം രാത്രി 11:50-നും നടക്കും. ഹോക്കിയിൽ ഇന്ത്യ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ന്യൂസിലാൻഡിനെതിരായ മത്സരം രാത്രി 9-ന്. ബോക്സിംഗിൽ പ്രീതി പവാർ, ടെന്നീസിൽ സുമിത് നാഗൽ, ടേബിൾ ടെന്നീസിൽ ഹർമീത് ദേശായി എന്നിവർ ആദ്യ റൗണ്ട് പോരിനിറങ്ങുമ്പോൾ റോവിംഗിൽ ബൽരാജ് പൻവാറിന് സ്കൾസ് ഹീറ്റ്സ് റൗണ്ട് മത്സരവും ഇന്നുണ്ട്. നീന്തലിൽ അമേരിക്കയുടെ കാറ്റിലടുക്കി മത്സരിക്കുന്ന 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 4x100 ഫ്രീ സ്റ്റൈൽ റിലേ ഫൈനലുകളും റഗ്ബി സെവൻസിലെ
സ്വർണ്ണ വെങ്കല മെഡൽ ജേതാക്കളെ നിർണ്ണയിക്കുന്ന ഫൈനൽ പോരാട്ടങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. കായിക ലോകത്തെ എല്ലാ കണ്ണുകളും പാരീസിലേക്ക് നീളുമ്പോൾ ഇങ്ങ് പാലക്കാട് കൊല്ലങ്കോടുമുണ്ട് ഒരു ഒളിമ്പിക്സ് ഗ്രാമം. അരുവന്നൂർ പറമ്പിലെ ശ്രീവിദ്യാലയത്തിലാണ് കുട്ടികൾക്കായി മിനി ഒളിമ്പിക്സ് ഗ്രാമം ഒരുക്കിയത്. ഈഫൽ ടവർ മാതൃക മുതൽ രാജ്യങ്ങളുടെ പതാകകളും താരങ്ങളുടെ നേട്ടങ്ങളും ചിത്രങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അങ്ങ് പാരീസിൽ മാത്രമല്ല, പാലക്കാട് കൊല്ലങ്കോട്ടെ ശ്രീവിദ്യാലയത്തിലും ഒരു ഒളിമ്പിക് ഗ്രാമമുണ്ട്. ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ദീപാലങ്കൃതമായ ഈഫിൽ ടവർ, പോരാട്ടങ്ങൾ നടക്കുന്ന മൈതാനം, ഒളിമ്പിക്സ് ദീപശിഖ, 250 രാജ്യങ്ങളുടെ പതാകകൾ, കായിക താരങ്ങളുടെ ചിത്രങ്ങളും ഒളിമ്പിക്സ് നേട്ടങ്ങളും. അങ്ങനെ ഒരു മിനി ഒളിമ്പിക് ഗ്രാമമായി മാറിക്കഴിഞ്ഞു സ്കൂളിലെ ഓഡിറ്റോറിയം ഇപ്പോൾ. ഈ വാട്സപ്പൊക്കെ വന്നതിന് ശേഷം കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവതലമുറയെ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സ്പോർട്സിനെ പറ്റിയും എഡ്യൂക്കേറ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ഒരു നല്ല ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിനെ സൃഷ്ടിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ലോകം കൊണ്ടാടുന്ന കായിക മാമാങ്കത്തിന്റെ ചെറുപതിപ്പ് സ്കൂളിൽ എത്തിച്ചപ്പോൾ കുട്ടികൾക്കും പാരീസോളം ആവേശം. എനിക്ക് ഭയങ്കര പ്രൗഡാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. 206 രാജ്യങ്ങളുടെ ഫ്ലാഗൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ എല്ലാം അറിയാൻ പറ്റി. ഭയങ്കര ഇതായി. ഈഫിൽ ടവറൊക്കെ നമുക്ക് ഭയങ്കര കാണണമെന്ന് ആഗ്രഹമായിരുന്നു. ഒരു മോഡൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്കൂളിന് വേണ്ടി എ മണികണ്ഠനാണ് ഒളിമ്പിക് ഗ്രാമം രൂപകൽപ്പന ചെയ്തത്. പാലക്കാട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. അഗ്നിവീറുകൾക്ക് തൊഴിൽ സംവരണം പ്രഖ്യാപിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടേതാണ് നടപടി. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിവിധ തസ്തികകളിൽ 10% വരെ സംവരണം ഈ രീതിയിലാണ് പോകുന്നത്. അത് നേരത്തെ BJP പ്രകടന പത്രികയിൽ ഏകദേശം ഇക്കാര്യം പറഞ്ഞിരുന്നതുമാണ്, അല്ലേ? തീർച്ചയായിട്ടും ആണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ ഈ കാർഗിൽ വിജയ് ദിവസമായിരുന്നു. കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കാർഗിലിലെ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ അഗ്നിവീർ പദ്ധതിയെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ NDA ഘടകകക്ഷികളിൽ JDU അടക്കമുള്ള പാർട്ടികൾ അഗ്നിവീർ പദ്ധതിയിൽ ചില പരിഷ്കാരങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഗ്നിവീർ പദ്ധതിയെ ശ്ലാഘിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത്. അഗ്നിവീർ പദ്ധതി രാജ്യത്തിന് വലിയ നേട്ടമായെന്നും രാജ്യത്തെ സംബന്ധിച്ച് പ്രതിരോധ നിരയെ കൂടുതൽ യുവ കേന്ദ്രീകൃതമാക്കാനായിട്ട് ഈ അഗ്നിവീർ പദ്ധതിക്ക് സാധിച്ചു എന്നതും അടക്കമുള്ള നിരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹം കാർഗിലിൽ നടത്തിയത്. ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഈ തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഈ അഗ്നിവീർ പദ്ധതിക്കെതിരെ ഉയർത്തുകയും അഗ്നിവീർ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ആകെ ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നടപടികളുമായി രംഗത്ത് എത്തി. രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.